Hello, dears. Welcome to English classes at Radhika Rinesh. ജോർജ് ഓർവെൽ എന്ന റൈറ്ററിന്റെ വാട്ട് ഈസ് സയൻസ് എന്നുള്ള എസ്സേ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫോർത്ത് സെമസ്റ്റർ ബികോം BBA സ്റ്റുഡൻസിന്റെ VSc3 എന്ന ടെക്സ്റ്റിലുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ വാട്ട് ഈസ് സയൻസ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സയൻസ് എന്നുള്ള ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെറും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന സബ്ജക്റ്റുകളാണോ, അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജോർജ് ഓർവെൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Introduction. George Orwell's essay, What is Science, examines the meaning of science and challenges the popular misunderstanding of the term. അപ്പോൾ എന്താണ് സയൻസ് എന്നുള്ളതിനെ പരിശോധിക്കുകയാണ് നമ്മുടെ ഓഥർ ഇവിടെ ചെയ്യുന്നത്. പൊതുവെ ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു തെറ്റിദ്ധാരണ ഉണ്ട് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ലബോറട്ടറി അങ്ങനത്തെ കുറെ കാര്യങ്ങളാണെന്ന്. റിട്ടൺ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ പോളിറ്റിക്സ് ആൻഡ് ഐഡിയോളജി, the essay argues that science is not merely a collection of facts or laboratory experiments, but a method of thinking based on reason, skepticism, and intellectual honesty. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിഗമനത്തിൽ സയൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ കുറെ സബ്ജക്ട് ഓഫ് സ്റ്റഡി, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റുകളല്ല, കുറെ ലബോറട്ടറി എക്സ്പെരിമെന്റ്സ് അല്ല, നേരെ മറിച്ച് എന്താണ്, അതൊരു വേ ഓഫ് തിങ്കിങ് ആണ്, മെത്തേഡ് ഓഫ് തിങ്കിങ്. ആ ഒരു ചിന്ത എന്ത് ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ റീസൺ, സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ എന്തിനേയും ചോദ്യം ചെയ്യണം, എല്ലാതും ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ വിശ്വസിക്കരുത്. ഈവൻ സ്ക്രിപ്ചേഴ്സ് അല്ലെ, നമ്മുടെ മതഗ്രന്ഥങ്ങളാണെങ്കിൽ പോലും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്, അതിനെ സംശയത്തോടു കൂടെ നോക്കിക്കാണുക. ദാറ്റ് ഇസ് സ്കെപ്റ്റിസിസം. ആൻഡ് ഇന്റലക്ച്വൽ ഓണസ്റ്റി, നമ്മൾ നമ്മുടെ ബുദ്ധിയോട് സത്യസന്ധത പുലർത്തുക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചിന്തയെയാണ് എന്ത് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത് എന്നാണ് ഓർവെൽ ഇവിടെ പറയുന്നത്. Orwell is concerned about the blind reverence given to scientists and the dangerous belief that scientific training automatically produces better moral or political judgment. അപ്പോൾ ഇവിടെ ഓർവെൽ വളരെ കൺസേൺഡ് ആണ്. അതായത് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കാൻ കാരണം തന്നെ സയന്റിസ്റ്റുകൾ അല്ലെ, അവർ വളരെ ഒരു ഹൈ പൊസിഷൻ ആണ് അവർക്ക് സൊസൈറ്റിയിലുള്ളത്. അതുപോലെ തന്നെ ബിലീഫ് ദാറ്റ് സയന്റിഫിക് ട്രെയിനിങ് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസസ് ബെറ്റർ മോറൽ ഓർ പൊളിറ്റിക്കൽ ജഡ്ജ്മെന്റ്. സയന്റിസ്റ്റുകൾ വളരെ വലിയ ഒരു സ്ഥാനത്ത് സൊസൈറ്റിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ പൊളിറ്റിക്സിലും അതുപോലെ തന്നെ മോറൽ ജഡ്ജ്മെന്റിനൊക്കെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. അതായത് സൊസൈറ്റിയിലെ വലിയ വലിയ കാര്യങ്ങൾ റിഗാർഡിങ് പൊളിറ്റിക്സ് ആൻഡ് മൊറാലിറ്റി അവർക്ക് പറയാനുള്ള അധികാരമുണ്ട്, ബിക്കോസ് ദേ ആർ ഇൻ എ ഹൈ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി. അപ്പൊ ഈ ഒരു കൺസേൺ ആണ് ഇവിടെ ഓർവെൽ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. ഇവർക്ക് അതിനുള്ള ഒരു റൈറ്റ് ഉണ്ടോ, അതിനുള്ള ഒരു അർഹത ഈ സയന്റിസ്റ്റുകൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത്. Orwell's question, what is science? Orwell points out that the word science is used in two different senses, which often leads to confusion. അപ്പൊ രണ്ട് രീതിയിലാണ് സയൻസിനെ ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണത്? സയൻസ് ആസ് എക്സാക്ട് സയൻസസ്, അതായത് കുറച്ച് സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അസ്ട്രോണമി, ഇങ്ങനത്തെ കുറച്ച് സബ്ജക്റ്റുകളാണ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അസോസിയേറ്റഡ് വിത്ത് ലബോറട്ടറീസ്, ഇൻസ്ട്രുമെന്റ്സ്, എക്സ്പെരിമെന്റ്സ് ആൻഡ് ടെക്നിക്കൽ നോളജ്. നമ്മുടെ ആ ഒരു കോൺസെപ്റ്റിലുള്ള സയൻസ് തന്നെ, സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ലബോറട്ടറി, അവിടെ കുറെ ടെസ്റ്റ് ട്യൂബ്, ഓക്കെ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. സയന്റിസ്റ്റ് ആർ സീൻ ആസ് സ്പെഷ്യലിസ്റ്റ് വർക്കിംഗ് വിത്ത് ടെസ്റ്റ് ട്യൂബ്സ്, മൈക്രോസ്കോപ്സ് ആൻഡ് മെഷീൻസ് അല്ലെ. സയന്റിസ്റ്റുകൾ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടാണ് നമ്മുടെ ഒരു ഇമാജിനേഷൻ. സയൻസ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഈ എക്വിപ്മെന്റ്സും അതുപോലെ തന്നെ ഈ അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്. ദെൻ ഓർവെൽ പറയുന്നത് സയൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ശരിക്കും എന്താണ് എന്നുള്ളതാണ്. അത് അയാൾ ഒരു സെക്കൻഡ് പോയിന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. രണ്ട് ഡിഫറെന്റ് വേസ് ആർ ദെയർ വൈൽ വി ആർ ഡിഫൈനിങ് സയൻസ്. ദ ഫസ്റ്റ് വൺ ഈസ് സബ്ജക്ട്സ് ഓഫ് സ്റ്റഡീസ് ആൻഡ് the observations and laboratory experiments and all. അപ്പൊ രണ്ടാമത്തതാണ് എന്ത്, the way of thinking അല്ലെ. അതായത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വേ ഓഫ് തിങ്കിങ് ആണ്? ഒബ്സർവേഷൻ, ലോജിക്കൽ റീസണിങ്, വെരിഫിക്കേഷൻ, വില്ലിംഗ്നെസ് ടു ആക്സെപ്റ്റ് ഫാക്ട്സ് ഈവൻ ദി ചലഞ്ചസ് ബിലീഫ് അല്ലെ. നമ്മുടെ വിശ്വാസത്തെ എതിർക്കുന്നതാണെങ്കിൽ പോലും
നമ്മൾ ഇതുപോലെ തന്നെ ചിന്തിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരമാണെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ ലോജിക്കൽ റീസണിങ് അല്ലെ, അത് സയൻസ് ആണ്. നമ്മൾ എന്താ പറയാ, ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യുക, നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെയാണ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. This method can be used by anyone, not just professional scientists. Orwell strongly supports definition B. Okay, science as a method of thought എന്നുള്ളതാണ് ആര് പറയുന്നത്? Not as subjects എന്നുള്ളതാണ് ഓർവെലിന്റെ ഒരു അഭിപ്രായം. But argues that society usually means definition A when it talks about science. പക്ഷെ സൊസൈറ്റി, അതായത് നമ്മുടെ സമൂഹത്തിൽ സയൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, സയൻസ് ആസ് എ സബ്ജക്ട് എന്നുള്ള ഓപ്ഷൻ ആണ്. പോപ്പുലർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സയന്റിഫിക് എഡ്യൂക്കേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു തെറ്റിദ്ധാരണകൾ സയന്റിഫിക് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള? Orwell criticizes the belief that scientific education simply means learning more science subjects. അല്ലെ, സയന്റിഫിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ആളുകൾ വിചാരിക്കുന്നത് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ഒക്കെ പഠിക്കുന്നതിനാണ് സയന്റിഫിക് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. They do not mean teaching people how to think rationally. പക്ഷേ ഓർവെൽ പറയുന്നു സയൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ സബ്ജക്റ്റുകളല്ല, എങ്ങനെ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് സയൻസ്. അതാണ് ആളുകളെ പഠിപ്പിക്കേണ്ടത് വിത്ത് സയന്റിഫിക് എഡ്യൂക്കേഷൻ. As a result, literature, history, philosophy and the arts are treated as less important. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് സബ്ജക്ട്സ് വളരെ എലവേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉയർന്ന, സമൂഹത്തിന്റെ ഉയർന്ന ശ്രേണിയിലുള്ള കുറച്ച് സബ്ജക്റ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്. ആർട്സ്, ലിറ്ററേച്ചർ, ഫിലോസഫി ഒക്കെ താഴേക്കിടയിലുള്ള സബ്ജക്റ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്, സെക്കൻഡ് റേറ്റ് സബ്ജക്ട്സ് ആയിട്ട്. Economics and sociology are often excluded from being called science. നമുക്കറിയാം ഇക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി ഇതുപോലെ ഒബ്സർവേഷനിലൂടെയും ലോജിക്കൽ റീസണിങ്ങിലൂടെയൊക്കെയാണ് കണ്ടെത്തുന്നത് സോഷ്യോളജി ആൻഡ് ഇക്കണോമിക്സ്. അതിലെ പല കാര്യങ്ങളും ഇക്കണോമിക്സിലൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ആളുകൾ സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഡേഞ്ചർ ഓഫ് സയന്റിഫിക് പ്രസ്റ്റീജ്. ഓർവെൽ വാൺസ് അബൌട്ട് ദ ഡേഞ്ചറസ് പ്രസ്റ്റീജ് അറ്റാച്ച്ഡ് ടു സയന്റിസ്റ്റ്. അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റുകൾ വളരെ വലിയൊരു പൊസിഷനിലാണ് സൊസൈറ്റിയിൽ നിൽക്കുന്നത്, കാരണം അവർ സയൻസ് പഠിച്ച ആളുകളാണ്. There is a widespread belief that scientists are more intelligent, their opinions on politics, morals or society are more reliable. അതുകൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തിൽ വലിയ ഉയർന്ന സ്ഥാനം കൊടുക്കണം, അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഓക്കെ, മറ്റുള്ള ആർട്സ്, ലിറ്ററേച്ചർ ഒക്കെ പഠിച്ച ആളുകളെക്കാൾ ബുദ്ധിമാന്മാരാണ് സയന്റിസ്റ്റ്. അപ്പൊ അവരുടെ ഒപ്പീനിയൻസിന്, അതായത് സയന്റിഫിക് ഒപ്പീനിയൻസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പൊളിറ്റിക്സിനെ പറ്റിയായാലും മൊറാലിറ്റിയെ പറ്റിയായാലും സൊസൈറ്റിയെ പറ്റിയായാലും അവർ പറയുന്ന ഒപ്പീനിയൻസിന് ഒരുപാട് വാല്യൂ ആളുകൾ കൊടുക്കുന്നു. കാരണം എന്താണ്, അവർ സയന്റിസ്റ്റുകളാണ്, അവര് ഭയങ്കര ഇന്റലിജന്റ് പീപ്പിൾ ആണ് എന്നൊക്കെ വിചാരിച്ചിട്ട്. This leads to the idea that the world would be better if scientists were in control. അപ്പോൾ ഇവിടെ ഓർവെൽ വേറൊരു ഐഡിയയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് ബുദ്ധിയുണ്ടോ? ഓക്കെ, ദാറ്റ് ഈസ് വൈ ദേ ആർ ഇൻവെന്റിങ് തിങ്സ് ഓർ ഡിസ്കവറിങ് തിങ്സ്. പക്ഷെ എന്താണ്, അവരെ കുറച്ച് കൺട്രോളിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താണ്, ഈ വേൾഡ് കുറച്ചും കൂടെ ബെറ്റർ ആയി മാറും, നല്ലതായി മാറും. ഓർവെൽ സ്ട്രോങ്ലി ക്വസ്റ്റ്യൻസ് ദിസ് അസംപ്ഷൻ. അപ്പൊ എന്താണത് എന്നുള്ളത്, അവരുടെ ഒരു ഡ്രോബാക്ക് എന്താന്നുള്ളത് നമ്മുടെ ഓർവെൽ കമ്മിങ് സ്ലൈഡ്സിൽ പറയുന്നുണ്ട്. Scientists and political objectivity. Orwell argues that scientific training does not guarantee more courage or political independence. അല്ലെ, അപ്പോൾ ഈ സയൻസ് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ പൊളിറ്റിക്സിലും മൊറാലിറ്റിയിലും സൊസൈറ്റിയിലും ഒക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു വെച്ചാൽ അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഇവരെപ്പോഴും, നമുക്കറിയാം സയന്റിസ്റ്റുകൾ പറഞ്ഞ എപ്പോഴും ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കുക, ദേ ആർ ബൗണ്ട് ഇൻ ദ ഫോർ വാൾസ് ഓഫ് ദ ലബോറട്ടറീസ്. അപ്പൊ അങ്ങനത്തെ ആളുകളുടെ ഒപ്പീനിയൻസ് എങ്ങനെയാണ് നമ്മൾ പൊളിറ്റിക്സിലൊക്കെ വിലക്കെടുക്കാൻ പറ്റുന്നത്? അതായത് നാസി ജർമ്മനിയിൽ മോസ്റ്റ് ജർമ്മൻ സയന്റിസ്റ്റ് ഡിഡ് നോട്ട് റെസിസ്റ്റ് ഹിറ്റ്ലർ. മിക്കവാറും ഇവർ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. വെദർ ദ ഗവൺമെന്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, ദേ സ്റ്റുഡ് ഫോർ മണി. ഓക്കെ, ദേ സെൽ ദെയർ റീസൺ ഫോർ മണി. അവരുടെ ബുദ്ധി മുഴുവൻ അവർ ഭരണാധികാരികൾക്ക് കൊടുക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട്. മെനി ആക്റ്റീവ്ലി സപ്പോർട്ടഡ് വാർ റിസർച്ച്, വെപ്പൺ ഡെവലപ്മെന്റ്, റേഷ്യൽ സയൻസ്. അല്ലെ, അപ്പൊ ആലോചിച്ച് നോക്കി നോക്കൂ, ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ അവര് ഈ ജ്യൂസിനെയൊക്കെ കൊല്ലാനായിട്ട് കൂട്ടുനിന്നു അവർക്ക്, കാരണം അവരാണ് ഈ വെപ്പൺസും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്.
In contrast, writers, journalists, and artists were more likely to resist or go into exile. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മൾ സമൂഹത്തിന്റെ താഴെക്കിടയിൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളും ജേർണലിസ്റ്റുകളും ഒക്കെ എന്താ ചെയ്തത്? അവര് ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഹിറ്റ്ലർക്കെതിരെയൊക്കെ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ജയിലിലിട്ടു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വന്നു. They are so courageous, you know. And this shows that scientists are just as vulnerable to nationalism and ideology as anyone else. അപ്പോ ഇപ്പൊ ഇവര് ഓക്കെ ഹിറ്റ്ലറിന്റെ കൂടെ നിൽക്കുമ്പോൾ ഹിറ്റ്ലറിനെ പ്രീതിപ്പെടുത്താനായിട്ട് അവർ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യും? They are doing their experiments. വേറൊരാള് പറയുകയാണെങ്കിൽ ഓക്കെ ദേ ആർ റെഡി ടു ഒബേ ദാറ്റ്. അവർക്ക് സ്വന്തമായിട്ട് ഇൻഡിവിജ്വാലിസം ഒന്നുമില്ല. അവര് എന്താണ് ഗവൺമെന്റ് പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആളുകളാണ്. അപ്പൊ അവര് പറയുന്ന ഒപ്പീനിയൻസ് പൊളിറ്റിക്കലി റിലയബിൾ ആണോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ അവർ ഓഥർ ജോർജ് ഓർവെൽ. Science and nationalism. Although science often called international, Orwell points out that scientists usually support their own governments during war. അല്ലെ, ഇവർ ഇന്റർനാഷണൽ ആണ്. ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു വെച്ചാൽ വേൾഡിൽ മുഴുവനുള്ളതാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും അവരെപ്പോഴും ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാണ്. വാർ ഉണ്ടാവുമ്പോൾ പോലും they are not at all disagreeing with the government. They often cooperate in creating weapons of mass destruction. നമുക്കറിയാം ആറ്റം ബോംബൊക്കെ കണ്ടുപിടിച്ചത് സയന്റിസ്റ്റുകളാണ്. Scientists in different countries worked secretly on the atomic bomb. അപ്പോൾ നമുക്കറിയാം ഈ സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചതിന് ശേഷം നമ്മുടെ ആലീഡ് കൺട്രീസ് ഒക്കെ ഹിറ്റ്ലറിന്റെ ജർമ്മനി അറ്റാക്ക് ചെയ്തു, അവരെ കീഴ്പ്പെടുത്തി. എന്നിട്ട് ഹിറ്റ്ലറിന്റെ ബങ്കറിലൊക്കെ പകുതി നിർമ്മിച്ച ആറ്റം ബോംബൊക്കെ അവർ കണ്ടെടുത്തിരുന്നു. അപ്പൊ ആലോചിച്ച് നോക്കി നോക്കുക, അത് അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ വേൾഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ഇപ്പൊ എല്ലാവരും ആറ്റം ബോംബൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മളും ഇന്ത്യ ഗവൺമെന്റ് ദേ ആർ ഓൾസോ മേക്കിംഗ് ആറ്റമിക് ബോംബ്സ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ആരാണ് ഹു ഈസ് സപ്പോർട്ടിങ് ഇറ്റ്? സയന്റിസ്റ്റ് ആർ സപ്പോർട്ടിങ് ഇറ്റ്. ആറ്റം ബോംബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ അത് നന്മയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് സയന്റിസ്റ്റുകളാണ്. Their scientific brilliance did not prevent them from participating in destructive projects. നന്മ ഒരുപാട് മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് സയന്റിസ്റ്റുകൾ, ഇറ്റ്സ് ട്രൂ. പക്ഷേ അവര് at the same time they are destructive. Criticism of more science education. Orwell does not oppose scientific education, but he criticized the way it is usually understood. എന്താണ് സയന്റിഫിക് എഡ്യൂക്കേഷൻ? അപ്പൊ സാധാരണ രീതിയിൽ പറയുന്ന സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കലാണ് സയന്റിഫിക് എഡ്യൂക്കേഷൻ. അതിനെ നമ്മുടെ ഓർവെൽ ഒപ്പോസ് ചെയ്യുന്നു. He argues that teaching only technical science narrows the mind, encourages contempt for non-scientific knowledge. അല്ലെ? അപ്പോ എന്താന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ഒരു നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ട്രഡീഷണൽ വേ ഓഫ് സയൻസ് പഠിക്കുന്നതിലൂടെ അവര് സൊസൈറ്റിയിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ ചിന്താഗതികൾ ഇടുങ്ങിയതായി മാറുന്നു. അതേസമയം അവര് നോൺ സയന്റിഫിക് നോളേജ് അതിനോടൊരു പുച്ഛം അവർക്ക് ഉണ്ടാകുന്നു. An over scientific education may produce people who lack historical understanding, lack moral imagination, are politically naive. അല്ലെ? അപ്പൊ അങ്ങനെ വല്ലാതെ സയന്റിഫിക് എഡ്യൂക്കേഷൻ മാത്രം സയൻസ് മാത്രം പഠിച്ച ആളുകളാണെങ്കിൽ അവർക്ക് ഹിസ്റ്ററിക്കൽ നോളജ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മൊറാലിറ്റിനെ പറ്റിയിട്ടോ സൊസൈറ്റിനെ പറ്റിയിട്ടോ അവർ കൺസേൺഡ് ആവില്ല. പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കലി നെയ്വ്, അവരെപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും അവർക്കില്ല. കാരണം അവരിങ്ങനെ ദേ ആർ ലിവിങ് ഇൻ ദ ഫോർ വാൾസ് ഓഫ് ദ ലബോറട്ടറീസ്. അപ്പൊ അവർക്ക് ഒരിക്കലും പുറത്തുള്ള ആളുകളുടെ വിഷമങ്ങൾ എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. He even suggests that an illiterate person with a historical memory and aesthetic sense may have better political judgment than a narrowly trained scientist. അപ്പൊ ഇങ്ങനെ ഒരു നാരോലി ട്രെയിൻഡ് അല്ലെ, അതായത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു സയന്റിസ്റ്റിനേക്കാളും ബുദ്ധി ഒരു പക്ഷേ ഇല്ലിറ്ററേറ്റ് ആയ അല്ലെ നിരക്ഷരനായിട്ടുള്ള ഒരു പെസന്റിന് ഫാർമർക്ക് ഉണ്ടാവാം. കാരണം ഒരുപക്ഷെ അയാൾക്ക് ഇതുപോലെ ഹിസ്റ്ററിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവാം, അവരുടെ ട്രഡീഷൻ എന്താ കൾച്ചർ എന്താന്നൊക്കെ അവർക്ക് അറിയുന്നുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒപ്പീനിയൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് റാദർ ദാൻ ദി ഒപ്പീനിയൻ ഓഫ് എ സയന്റിസ്റ്റ് എന്നുള്ളതാണ് ജോർജ് ഓർവെൽ പറയുന്നത്. ട്രൂ മീനിങ് ഓഫ് സയന്റിഫിക് എഡ്യൂക്കേഷൻ. According to Orwell, true scientific education should mean എന്താണ്?
ഡെവലപ്പിംഗ് എ റേഷണൽ ആൻഡ് സ്കെപ്റ്റിക്കൽ ഹാബിറ്റ് ഓഫ് മൈൻഡ്. അല്ലെ, നമ്മളിതുപോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കണം. അതുപോലെ തന്നെ സ്കെപ്റ്റിക്കൽ, അതായത് ഒന്നും ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ വിശ്വസിക്കരുത്. ലേണിംഗ് ഹൗ ടു ക്വസ്റ്റ്യൻ അതോറിറ്റി, അതായത് അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം അവര് പവർഫുൾ ആണ്, ഒരുപക്ഷെ നമ്മളുടെ ജീവനേക്കാൾ വലുത് നമ്മുടെ ഒപ്പീനിയൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവോയ്ഡ് സെൽഫ് ഡിസെപ്ഷൻ, നമ്മൾ ഒരിക്കലും എന്താണ് പറയാ, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിന് മുമ്പിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സെൽഫ് നമ്മൾ ഹൈഡ് ചെയ്യരുത്. അതായത് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ് തുറന്നു പറയണം. ടെസ്റ്റ് ഐഡിയാസ് അഗെയിൻസ്റ്റ് ഫാക്ട്സ്, അല്ലെ, അതുപോലെ തന്നെ ഫാക്ട്, അതുപോലെ തന്നെ എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് അവർ അറിഞ്ഞിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് സയൻസ് ഈസ് എ മെത്തേഡ് നോട്ട് ജസ്റ്റ് ഇൻഫർമേഷൻ, സയൻസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഓഫ് സ്റ്റഡി ആണ്, അല്ലാതെ കുറെ സബ്ജക്ട് ഓഫ് സ്റ്റഡി അല്ല. ആപ്ലിക്കബിൾ ടു ഓൾ ഏരിയാസ് ഓഫ് ലൈഫ്, നമ്മൾ പൊളിറ്റിക്സിനെ ഇതുപോലെ എന്താ പറയാ റേഷണൽ ആയിട്ട് സ്കെപ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വി ആർ ഡൂയിങ് ദ മെത്തേഡ് ഓഫ് സയൻസ്, അല്ലെ. അപ്പോൾ അതും ഒരു തരത്തിലെ സയൻസ് ആണ്. Resistance to science as a method. Orwell notes that many professionals resist the idea of science as a general method of thinking because അപ്പൊ പല ആളുകളും എന്താണ് സയൻസിന് ഒരു മെത്തേഡ് ഓഫ് തിങ്കിങ് ആയിട്ട് കാണുന്നില്ല. കാരണം എന്താ, ഇറ്റ് ത്രെറ്റൻസ് ദ സ്പെഷ്യൽ പ്രസ്റ്റീജ് ഓഫ് സയന്റിസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ റേഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളെ മുഴുവൻ സയന്റിസ്റ്റുകൾ എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ പറയുന്ന സയന്റിസ്റ്റുകൾക്ക് അവർ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഒക്കെ പഠിച്ച ആളുകൾക്ക് ഇതൊരു ത്രെട്ടാണ്, അല്ലെ. അപ്പൊ അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. If anyone who thinks rationally can be called scientific, scientists lose their claim to superior wisdom. അപ്പൊ അവർക്കാണ് ഏറ്റവും കൂടുതൽ വിസ്ഡം, ബുദ്ധി ഉള്ളത് എന്നുള്ളത് തെറ്റായി വരും, അല്ലെങ്കിൽ അങ്ങനെ ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഈ സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് കുറെ പരീക്ഷണങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയാണ് സയന്റിഫിക് എന്ന് പറയാനായിട്ട് താല്പര്യം. This resistance is partly due to professional jealousy. അപ്പൊ എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ അംഗീകരിക്കാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം പോവോ, അവരുടെ പ്രൊഫഷണൽ ജലസി കൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. സയൻസ് വേഴ്സസ് ഹ്യൂമാനിറ്റീസ്, എ ഫാൾസ് ഒപ്പോസിഷൻ. ഇനി നമുക്ക് നോക്കാം, സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഓർവെൽ ക്രിട്ടിസൈസസ് ദി ആറ്റിറ്റ്യൂഡ് ദാറ്റ് സയൻസ് ഈസ് യൂസ്ഫുൾ, അല്ലെ, പോയട്രി, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ആർ യൂസ്ലെസ്. ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്. സയൻസ്, അല്ലെ, അവരാണ് ഭയങ്കര വലിയ ആളുകൾ, അവർ കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ ജീവിക്കുന്നത്. പോയട്രി, ലിറ്ററേച്ചർ ഒക്കെ യൂസ്ലെസ് ആണ്. He points out that cultural education helps develop moral judgment, historical awareness, ethical responsibility. അപ്പൊ ഈ ആർട്സ് സബ്ജക്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മോറൽ ജഡ്ജ്മെന്റ്, ഹിസ്റ്ററിക്കൽ അവയർനെസ്, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ നാടിനോടുള്ള ഒരു കടപ്പാടൊക്കെ ഉണ്ടാവും. സയന്റിസ്റ്റുകൾക്ക് അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. Some scientists who refused to work on the atomic bomb had backgrounds in literature, history or the arts. പിന്നെ നമുക്കറിയാം എല്ലാ സയന്റിസ്റ്റുകളും ഒരുപോലെയല്ല. ചില ആളുകളൊക്കെ എന്താണ് ഇതുപോലെ അവര് റിഫ്യൂസ് ചെയ്തിട്ടുണ്ട് ആറ്റോമിക് ബോംബ് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ അവർക്ക് ഇതുപോലെ ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സയന്റിസ്റ്റുകളാണ് അത് എന്ത് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള സയന്റിസ്റ്റുകളാണ് അത് എന്താ പറയാ ഒപ്പോസ് ചെയ്തത്, ലൈക്ക് ഐൻസ്റ്റൈൻ. ഓക്കെ, ദിസ് ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ്ഡ് എഡ്യൂക്കേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് എഡ്യൂക്കേഷൻ, അല്ലെ, സയൻസ് പഠിക്കുന്ന ആളുകൾക്കും ഈ ആർട്സ് സബ്ജക്റ്റും കൂടെ പഠിക്കുമ്പോഴാണ് അവർക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിക്കൽ അവയർനെസ്, മോറൽ ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഒരു ബാലൻസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ജോർജ് ഓർവെൽ പ്രപ്പോസ് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് ജോർജ് ഓർവെൽ പറയുന്നത്, ഓർവെൽ കൺക്ലൂഡ്സ് ദാറ്റ് സൊസൈറ്റി നീഡ്സ് ബോത്ത് സയൻസ് ആൻഡ് ദി ഹ്യൂമാനിറ്റീസ്. അല്ലെ, നമുക്ക് ഒരു സബ്ജക്റ്റ് മതി എന്ന് പറയാൻ പറ്റില്ല. ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ് ഷുഡ് ബി ദെയർ ഇൻ ദ സൊസൈറ്റി. സയന്റിസ്റ്റ് themselves will benefit from literary, historical, cultural education. അപ്പോൾ അവർക്ക് ഈ ആർട്സ് സബ്ജക്റ്റുകൾ കൂടെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതിലും കൂടെ അവർ തൽപരരായിരിക്കണം. എന്നാലാണ് അവർക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നുള്ളൂ. സയൻസ് വിത്തൗട്ട് എത്തിക്സ് ആൻഡ് കൾച്ചർ ക്യാൻ ബിക്കം ഡേഞ്ചറസ്. ഇങ്ങനെ സൊസൈറ്റിനോട് ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത, അല്ലെങ്കിൽ കൾച്ചറിനോടോ എത്തിക്സിനോടോ ഒന്നും ഇല്ലാത്ത, ഒരു റെസ്പോൺസിബിലിറ്റി കടപ്പാടും ഇല്ലാത്ത സയന്റിസ്റ്റുകൾ ഡേഞ്ചറസ് ആണ്. അവർ ഹ്യൂമാനിറ്റിക്ക് അഗൈൻസ്റ്റ് ആണ്.
So hope you have understood the video. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് യു ആർ അഡ്വൈസ് ടു റൈറ്റ് ഡൗൺ നോട്ട്സ്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് അത് പഠിക്കുക, ടെക്സ്റ്റ് വായിക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, അത് നിങ്ങൾ കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. കാരണം എക്സാം ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ യു ഷുഡ് ഹാവ് ടു പ്രിപ്പയർ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, താങ്ക് യു.